ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മയിൽ കണ്ടല്ലോ, കുഞ്ഞു കുട്ടികൾ ഉണ്ടായി വീണ കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായി വീഴുമ്പം തന്നെ അമ്മമാർക്ക് ഭയങ്കര ഒരു ടെൻഷനും പ്രഷറും പോലെയൊക്കെയാണ്. കാരണം എനിക്ക് അങ്ങനത്തെ കുറേ മെസ്സേജുകൾ വരാറുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പം ഒത്തിരി കിട്ടുമല്ലോ. യൂട്യൂബിലാണെങ്കിലും സ്വന്തം ഉണ്ടായ കുഞ്ഞുങ്ങളെ വരെ വെച്ചിട്ടാണ് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഇരുന്ന കുഞ്ഞിന് ഇങ്ങനെ വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമല്ല, നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് കുറേ അമ്മച്ചിമാർ വരും. എന്നിട്ട് പറയും ചെവി കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അയ്യോ എൻ്റെ മകന് ജനിച്ചപ്പോൾ ഇത്രയും കളർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇത്രയും കളർ, ഇത് ഇങ്ങനെ കളർ കുറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മയ്ക്ക് ഒരു 100 സ്ട്രെസ്സും പ്രഷറും കൊടുക്കാനായിട്ട് കുറേ പേരിങ്ങനെ കാണാൻ ചെല്ലും. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റുമല്ല. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരെ വരെ കുറ്റം പറയൂ, നീ അങ്ങനെ പറയാൻ പാടില്ല, നീ പറഞ്ഞത് മോശമായിപ്പോയി. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പം ഈ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രഷർ താങ്ങാൻ മേലാതെയാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി നടത്തുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൊച്ചുകുട്ടിക്ക് നിറം വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, ബ്രൈറ്റ്നസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ടിരിക്കുന്ന ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ജനിച്ച് വീണ കുഞ്ഞുങ്ങളിൽ അതും, അല്ലെങ്കിൽ ജനിച്ച് വീണ 6 മാസമൊക്കെ ആയിക്കോട്ടെ, അവരിൽ ഇങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളൊന്നും ഒരിക്കലും ട്രൈ ചെയ്തത് അത് ഭയങ്കര മോശമാണ് കേട്ടോ. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സ്കിൻ ടോണ് നന്നായിട്ടിരിക്കണം, അല്ലെങ്കിൽ ബെറ്റർ ആക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞത് കുഞ്ഞു കുട്ടികളുടെ മേലിൽ കൊണ്ട് വെക്കരുത്. നമ്മുടെ ചുറ്റിനും പലരും ഇതൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യാൻ കാണും. ചെവി കണ്ട്, അല്ലെങ്കിൽ ചെവിയുടെ ഇവിടം കണ്ടിട്ട് പറയാനും അങ്ങനെ 100 പേര് കാണും കേട്ടോ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക. മനസ്സിലാവും. കാരണം ഡെലിവറി ആയി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് കേട്ടാലും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈവൻ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും. കാരണം പലരുടെയും വിവരമില്ലായ്മയാണ് നമ്മളെ കൊണ്ട് പലതും ഇങ്ങനെ ഈ ചെയ്യിക്കാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നതിന് കാരണം, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ മേളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കാം. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ദേഹത്ത് ആവശ്യമില്ലാത്ത ലോഷൻസോ ക്രീമുകളോ ഒന്നും തേക്കേണ്ടതല്ല. കുഞ്ഞു കുട്ടികൾക്ക് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമുകളൊക്കെയുണ്ട്. ചിലപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആയിരിക്കും. എൻ്റെ മോന് ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെബാമെഡ് യൂസ് ചെയ്തു. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീംസ്, സോപ്പ് അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് കുളിപ്പിക്കാൻ നേരം തേങ്ങാപ്പാൽ വെച്ചിട്ട്, അത് ഡ്രൈ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഡ്രൈ സ്കിൻ അല്ലെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തേങ്ങാപ്പാൽ തേച്ചിട്ടൊക്കെ കുളിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു 6 മന്ത്സ് വരെ നിങ്ങൾ വെർജിൻ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഞാനും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോട്ടക്കലിയിൽ നിന്ന് കിട്ടുന്ന എണ്ണകൾ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. ഈ ചൂട് വന്നിട്ടുള്ള കുരുക്കൾ മാറാനും എല്ലാത്തിനും, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഈ ഓൺലൈനിൽ കാണുന്ന അതും ഇതും എല്ലാം കുഞ്ഞുങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അത് വലിയ ആൾക്കാർ വാരി വലിച്ച് തേക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ മേളിൽ ഇതൊന്നും എടുത്ത് തേച്ച് പ്രയോഗിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ജഡ്ജ് ചെയ്യാനും കുറ്റം പറയാനും, അയ്യോ കൊച്ചിൻ്റെ ചെവി അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ അവരുടെ മനസ്സിലൊന്നും കാണത്തില്ലായിരിക്കും. വെറുതെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷേ ആ അഭിപ്രായം ആരുടെ മുന്നിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം അറിയാം. പിന്നെ ഒരു ഇതുമില്ലാത്ത ആൾക്കാരും, അതായത് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ വിചാരം അവർ ഭയങ്കര ഐശ്വര്യമായി അവരൊക്കെ ആണെന്നാണ്. ഞാൻ ആരെയും ബോഡി ഷെയിം ചെയ്യുന്നൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്കിൻ ടോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളൊരാളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനൊന്നും ആർക്കും പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. ഈ സ്കിൻ ടോണ്, ബോഡി വെയ്റ്റ്, ഈ ശരീരം തടിക്കുന്നതും മെലിയുന്നതും ഒക്കെ എപ്പോഴും മാറി മറിഞ്ഞിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പോലും പല സമയത്തും മെലിഞ്ഞ് വരും, വണ്ണം വയ്ക്കും. ഒന്നും നന്നായി വരുമ്പോഴായിരിക്കും എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ വന്നിട്ട് മെലിഞ്ഞ് പോകുന്നത്, വെയിറ്റ് ലോസ് ആവുന്നത്. ഞാൻ ഒരു വിധമൊക്കെ ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് വരുമ്പോഴത്തേനും
വെയിറ്റ് കുറയും. എന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നോക്കുകയും കാര്യങ്ങൾ, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യും. ഉറക്കമായിരിക്കാം, ഫുഡായിരിക്കാം, പലതും. അപ്പോൾ നമ്മുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ സൗന്ദര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിനെ പലരും പറയും, നല്ല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ ബോഡി ഷേമിംഗ് എന്നും പറഞ്ഞ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ അമ്മമാർ പറയും, അപ്പോൾ നമ്മളൊന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് ടയർഡാകുമോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അമ്മമാർ ചോദിക്കും. എല്ലാ ബോഡി ഷേമിംഗ് നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ തോണ്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവ് വേണം. എല്ലാം ബോഡി ഷേമിംഗ് എന്ന് വിചാരിക്കേണ്ട. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും കൊടുക്കാറൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഏതായാലും കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിട്ടണമെന്ന് വളർത്തതില്ലല്ലോ. ചില കുഞ്ഞുങ്ങൾ നല്ല വിശപ്പുള്ളവരുണ്ട്, ചിലവർ ആഹാരം കഴിക്കാൻ മടിയുള്ളവരുണ്ട്, പിന്നെ ചിലവർ കഴിച്ചാലും മെല്ലിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിയാണ്. അച്ഛനും അമ്മയൊക്കെ ചിലപ്പം ചെറുപ്പത്തിൽ ഒരു മെലിച്ച ശരീരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ വരുള്ളൂ. അങ്ങനെ പല രീതിയിൽ വരും ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാമായിരിക്കും, എന്നാലും വെറുതെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ടോണിൻ്റെ കാര്യത്തിലും അതിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം ഈ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകുന്നത്. ഈ അമ്മമാർ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷറുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഈ ചോദിക്കാനും പറയാനും ഇവർ ചിലപ്പോൾ കുറ്റം പറയും. ഇത് ഇരിക്കുന്നത് കണ്ടില്ല, നേരെ ചെയ്ത് നോക്കുന്നില്ലായിരിക്കും. ഏതെങ്കിലും അമ്മമാരങ്ങനെ നോക്കാതിരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുറ്റം പറയാനേ അവരെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാതെ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഈ അമ്മയ്ക്കോ കുഞ്ഞിനോ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്നിരുന്നാലും ഇങ്ങനെ കുറേ ആൾക്കാർ പറയാനുണ്ടാവും. എന്ത് ചെയ്യാൻ, നമുക്ക് അവരെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാറാൻ പറ്റുന്നത് നമുക്കേ ഉള്ളൂ. പിന്നെ നമ്മളെ ഓവറായിട്ട് ഇങ്ങനെ പറയാൻ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി കൊടുത്ത് അങ്ങ് വിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അമ്മമാരോടാണ് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണല്ലേ, അപ്പോൾ ഇത് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ക്രീമുകൾ ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് വാരി തേക്കരുത്. എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പം ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, വെർജിൻ ഓയിൽ തേക്കാം, തേങ്ങാപ്പാൽ ഭയങ്കര നല്ലൊരു ഇതാണ്. പിന്നെ കോട്ടക്കലിക്ക് തന്നെ കുറേ എണ്ണകളുണ്ട്. അത് അങ്ങനെ തന്നെയല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനും നല്ലതാണ്, സ്കിൻ ടോണിനും ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നിനും പാടുകൾ പോയി വീണിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ കയ്യിലങ്ങ് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അല്ലാതെ ഓൺലൈനിൽ കുഞ്ഞുങ്ങൾക്ക് സ്കിൻ ടോണ് ഇമ്പ്രൂവ് ചെയ്യാൻ ക്രീമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പല പേജുകളും ഇതും ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊന്നും ഞാൻ ഒരിക്കലും കുഞ്ഞു കുട്ടികൾക്കാവുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മമാർക്ക് കുഞ്ഞു പൊടിക്കൈകളിലൊക്കെ വീട്ടിൽ നമുക്ക് തന്നെ എണ്ണ ഉണ്ടാക്കി യൂസ് ചെയ്യാം. അതൊക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഈ തളിരായിട്ടുള്ള ഒരു സ്കിന്നിനകത്തോട്ട് ഈ കാണുന്ന സാധനങ്ങളൊന്നും എടുത്ത് വാരി വെച്ച് തേക്കേണ്ട കാര്യമില്ല. അത് കുഞ്ഞുങ്ങളെ ചിലപ്പം ഇൻറ്റേർണലിയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ. കുഞ്ഞുങ്ങൾ വളർന്ന് വീണ കുഞ്ഞുങ്ങളല്ലല്ലോ, അവരുടെ ഇടയിലേക്ക് അവരുടെ ശരീരത്തിലേക്കൊന്നും ഇപ്പോഴത്തെ കെമിക്കലും കാര്യങ്ങളൊന്നും കുത്തിവെക്കേണ്ട കാര്യമില്ല. ഒന്നാമതേ ജനിക്കുമ്പോൾ തൊട്ടേ കെമിക്കൽസാണ്. കാരണം ഉള്ളിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ പച്ചക്കറികളാവട്ടെ എന്താവട്ടെ എല്ലാത്തിലും കെമിക്കൽ ബേസാണ് അല്ലേ. ഒന്നും കെമിക്കൽ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി അങ്ങനെ ആയി ലൈഫ് സ്റ്റൈല്. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇങ്ങനെ ആക്കി മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേഫാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം, വെർജിൻ ഓയിൽ യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് കോട്ടകലിൻ്റെ എണ്ണകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടും കുങ്കുമാതി തൈലമൊക്കെ മിക്സ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് പല രീതിയിൽ യൂസ് ചെയ്യാം, ഭയങ്കര നല്ലതാണ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന്. അത് ഹെൽത്തി ആയിട്ടും വയ്ക്കും. പിന്നെ എല്ലുകൾക്കൊക്കെ ബോൺസിനൊക്കെ ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ടുള്ള എണ്ണകളുണ്ട്. ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനത്തെയുള്ള ഇങ്ങനത്തെയുള്ള ക്രീമുകളോ ഒന്നുമല്ല. പിന്നെ ബോഡി ലോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബാമെഡിൻ്റെ നല്ലതാണ് കേട്ടോ. പിന്നെ അത് അഫോർഡബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡോക്ടേഴ്സ് തന്നെ ഇപ്പോൾ ടെഡി ബാർ എന്ന് പറഞ്ഞൊരു സോപ്പുണ്ട്, അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോപ്പ്. അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിൻ എന്താണോ അത് അറിഞ്ഞിട്ട് അവർ തരുന്നതായിരിക്കും ഈ ലോഷൻസും സോപ്പുകളും. പിന്നെ ബോഡി വാഷ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഡെയിലി കൊണ്ടുപോകാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ ഇതൊന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്ന മെസ്സേജുകൾ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ അല്ലാതെ കുറേ വീഡിയോസൊക്കെ കൊച്ചുങ്ങളെ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെയായിരുന്നു എന്നറിയാം, ഇപ്പോൾ അത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എനിക്കറിയില്ല.
പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറയുന്നവർ പറയട്ടെ. അതിൽ എന്താ നമ്മുടെ കുഞ്ഞിൻ്റെ നിറത്തിനെ ചൊല്ലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ മറുപടി പറയാം. നിങ്ങൾക്ക് സ്ട്രെസ്സായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കേൾക്കുന്ന അമ്മമാർക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. പിന്നെ സ്നേഹത്തോടു കൂടി പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്, അതിനെ ആ രീതിയിൽ കാണുക. എല്ലാം പോയി ക്ഷമിക്കുക നല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറെ വീഡിയോയുടെ വീണ്ടും കാണാം. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്സപ്പിൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റുകൾ ചോദിക്കാറുണ്ട് കേട്ടോ, അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ആ ഒരു സൈഡ് മാത്രമല്ല, പൊതുവെയുള്ള ഒരു സൈഡുകളെല്ലാം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞതാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ ഒരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.